പ്രഡിക്റ്റബിൾ ആയിപ്പോയി സ്റ്റോറി. ഇല്ല, പ്രഡിക്റ്റബിൾ അല്ല. സ്ഥിരം കാണുന്ന ക്രൈം തന്നെ, അത് തന്നെ സിനിമ. പോലീസ് റോളിൽ ഇന്ദ്രജിത് സുകുമാരൻ എത്തുന്ന ത്രില്ലർ മൂവി ധീരം കണ്ടറിഞ്ഞ് ഓടിച്ചൂടെ എങ്ങനെയായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നേരെ ധീരം റിവ്യൂല് യൂസ് ചെയ്ത ഒരു പടം. ആക്ടിങ് എല്ലാവരും നൈസാ. ആരുടെ ഒരു ആക്ടിങ്ങിൽ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ മേക്കിംഗ് കുറച്ചുകൂടെ അടിപൊളി ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഒരുപാട് ത്രില്ലർ സിനിമ കണ്ടാണ് അതിൽ നിന്ന് അതെ, ഡിഫറെന്റ് ആയിട്ട് ഞാൻ ത്രില്ലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരു എക്സ്പെക്ടേഷൻ വന്ന ട്രെയിലറൊക്കെ കണ്ട കുറച്ചുകൂടെ ഇതുണ്ടായിരുന്നു. പ്രഡിക്റ്റബിൾ ആയിപ്പോയി സ്റ്റോറി. ഇല്ല, പ്രഡിക്റ്റബിൾ അല്ല. പ്രഡിക്റ്റബിൾ അല്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്തായിരുന്നു പലതവണ, പക്ഷെ ശരിയായി. സർപ്രൈസ് ലാസ്റ്റ് വരുന്നു. അതൊക്കെ ഉണ്ട്. ബട്ട് ആ മേക്ക് എന്നാ പറയാ, നമുക്കൊരു നെഞ്ചെടുപ്പ് ഇതൊക്കെ ഇല്ലേ, അതില്ല. എന്നാലും തിയേറ്ററിൽ ഒരു സക്സസ് കാണാം, വൺ ടൈം കാണാം, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എന്തോ അല്ലല്ല, ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് എടുത്തിരിക്കുന്ന സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ്. സീറ്റഡ് ത്രില്ലറാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ് നല്ല സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. പുള്ളിയുടെ നല്ല പെർഫോമൻസ് ആണ്. ഇന്ദ്രജിത്ത് ഹിസ് റിയലി ഗുഡ്. ഡീസന്റ് സിനിമ, അത്ര തന്നെ. ഓവർ ഹൈപ്പ് ആയിട്ടൊന്നും വരാനൊന്നും വേണ്ട. അത്ര സ്റ്റോറിയൊക്കെ പ്രഡിക്റ്റബിൾ ആയി തോന്നിയതോ? കുറച്ച് പ്രഡിക്റ്റബിൾ ആണ്. ഇന്ദ്രജിത്തിന്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ സോളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ആവറേജ് സ്ഥിരം കാണുന്ന ക്രൈം തന്നെ, അത് തന്നെ സിനിമ. സ്റ്റോറിയൊക്കെ പുതുമയുണ്ട്. അത് തന്നെ. ഇന്ദ്രജിത്ത് എങ്ങനെയുണ്ട്? ഇദ്ദേഹത്തിന്റെ അഭിനയം സൂപ്പറാണ്. മേക്കിംഗ് എങ്ങനെയുണ്ട്? ഒരു ഇച്ചിരി കൂടി ബെറ്റർ ആക്കായിരുന്നു. ബാക്കിങ്ങിന് കുറച്ച് മ്യൂസിക്കിന്റെ ഇതുണ്ട്, കുറപ്പുണ്ട്. മാസ് പരിപാടിയൊന്നും വെച്ചിട്ടില്ല. ഇല്ല. ഒരു ഡീസന്റ് ത്രില്ലറാണോ? ഞെട്ടിപ്പിക്കുന്ന ത്രില്ലറാണ്. നല്ല ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പടമാണ്. കാരണം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പടത്തിനെ കുറിച്ച്. നാൾ വന്നതിനേക്കാൾ നല്ല ഡിഫറെന്റ് ആണ് ഈ പടം. കാരണം കുറച്ചൊരു അപാകത ഉണ്ടെങ്കിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. നല്ല വെറൈറ്റി ഉണ്ട്. മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. കൊള്ളാം, അടിപൊളി. കംബാക്ക് ആണ് പുള്ളിക്ക്. ഇതിനുള്ള വേഷങ്ങള് അതെ, നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു റോള് തന്നെയായിരുന്നു. അങ്ങനെ ബോറടിയൊന്നും ഇല്ല. മൂവി ആണെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിരുന്നു. സ്ഥിരം ത്രില്ലർ ടെംപ്ലേറ്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതെ, സോ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണിത്. ഒരു ക്ലാഷിന്റെ കൂടെ പിടിച്ചിരിക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. പടം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ബാക്കിയുള്ളവരും കൂടെ കണ്ടിട്ട് ഈ പറയുന്ന പോലെ. പക്ഷെ നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ചാ. തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഓക്കെ.